ഹലോ, വെൽക്കം ബാക്ക്. അപ്പം സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. എനിക്ക് യൂട്യൂബ് പ്ലാറ്റ്ഫോം അത്ര ഒരു ഹാൻഡി അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ചും കൂടി ഞാൻ അതിനകത്ത് സംസാരിക്കാനും അതിനകത്ത് വീഡിയോസ് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പം യൂട്യൂബ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എന്റെ കണ്ടന്റ്സ് മൊത്തം PSC റിലേറ്റഡ് അല്ലെങ്കിൽ സ്റ്റഡി റിലേറ്റഡ് അങ്ങനത്തെ കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഞാൻ 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുറച്ച് പേര് ആ വീഡിയോ കണ്ടു. ഒരു 271 സബ്സ്ക്രൈബേഴ്സ് ഇപ്പം ആയിട്ടുണ്ട്. അപ്പം എന്നെ കേൾക്കാൻ കുറച്ചും കൂടി ആൾക്കാരുണ്ട് എന്നറിയുന്നതിലൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും വലിയൊരു താങ്ക് യു സോ മച്ച് ഫ്രം മൈ ഹാർട്ട്. ഓക്കെ, ഇനി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതേ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, പഠിത്തം, സ്റ്റഡിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. പറ്റാത്ത ആൾക്കാർ കാണും, ചെയ്യാൻ പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യമാണ് പഠിക്കുക എന്ന് പറയുന്നത്. കാരണം എന്താ, നിങ്ങൾ ആലോചിക്കുക, എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരുമില്ല. നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമ്മൾക്ക് അറിയാവുന്ന ലാംഗ്വേജ്, നമ്മൾ മദർ ടങ്ങിൽ നമ്മൾ സംസാരിക്കുന്നില്ലേ, അത് കുഞ്ഞിലേ നമ്മൾ കേൾക്കുന്നതെല്ലാം പഠിച്ചല്ലേ നമ്മൾ ഇത്രയും എത്തിയത്. അതിനൊക്കെ തന്നെ എന്താ, നമ്മൾ പുറത്തോട്ട് കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും എല്ലാം എന്തുകൊണ്ടാണ്, നമുക്ക് പഠിക്കാനുള്ള ഒരു കോഗ്നിറ്റീവ് എബിലിറ്റി ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും പഠിക്കുക എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബേസിക് ആയിട്ട്. ഇനി പഠിത്തത്തിലൂടെ രക്ഷപ്പെടുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ സക്സസ് എത്തുന്ന ആൾക്കാരുടെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ പറയും നമ്മുടെ പാഷൻ, നമ്മുടെ സ്കില്ല്, നമ്മുടെ എബിലിറ്റീസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയത്തില്ലേ. അപ്പൊ അത് എനിക്ക് ആ കഴിവുണ്ട്. പക്ഷെ ആ കഴിവിലൂടെ രക്ഷപ്പെടുന്നതിനേക്കാൾ അല്ലെങ്കിൽ സക്സസിൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ പെർസെന്റേജ് ആൾക്കാർ പഠിച്ച് രക്ഷപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഏതൊരു സാധാരണക്കാരനും പഠിച്ച് രക്ഷപ്പെടാൻ പറ്റും. അത് എന്താണ്, ഒരു നടക്കുന്നൊരു കാര്യമാണ്. അതൊന്നും ഭയങ്കര ഓവറായിട്ടുള്ള സ്വപ്നമൊന്നുമല്ല, അത് ബേസിക് ആയിട്ട് കാര്യമാണ്. അപ്പൊ നിങ്ങൾക്കൊരു പാഷനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കില്ലുണ്ട്, നിങ്ങൾക്ക് ഒരു കഴിവുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഒരു ലൈഫ് സെറ്റാക്കി വെച്ചിട്ട്, പഠിച്ചിട്ട് കിട്ടുന്ന ജോലികൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഇവിടെ. അതെന്തെങ്കിലും സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അതിന്റെ മേളിലോട്ട് നിങ്ങളുടെ എബിലിറ്റി വർക്ക്. ഇപ്പൊ ഞാനൊരു ജോലി സെറ്റാക്കി, ഇനി എനിക്ക് ഇഷ്ടമാണ് എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ, സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എന്തൊക്കെയോ ഒക്കെ ഇങ്ങനെ ചില പറയും, ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന സമയം എനിക്ക് ഇനിയും ചെയ്യാം, എനിക്ക് സമയമുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പഠിക്കുക. എല്ലാ കുട്ടികളും, ഇപ്പം കാണുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരായിരിക്കും എൻ്റെ ചാനൽ കാണുന്നത്. അപ്പൊ അങ്ങനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ പഠിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു നാൾ നിങ്ങൾക്ക് സക്സസ് കിട്ടും. പിന്നെ അതിന്റെ മേളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബാക്കിയുള്ള ആഗ്രഹങ്ങളും നിങ്ങളുടെ ഒരുപാട് അഭിലാഷങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള വലിയ വലിയ ഡ്രീംസ് ആണല്ലോ, അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ പഠിത്തത്തിലൂടെ എന്തെങ്കിലും ഒരു ജോലി സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഏർണിംഗ് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിന്റെ മേളിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഡ്രീം അനുസരിച്ച് സെറ്റ് കൊണ്ടുവരിക. പിന്നെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവുന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം വർക്ക് ചെയ്യുക, പഠിക്കുക, എന്താണോ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സീ യു സൂൺ.